നിങ്ങൾക്ക് മുറി മുകളിലാണ് ശരിപ്പെടുത്തി വെച്ചത്. अमर सिंह, अमर सिंह। जी साहब। जल्दी चाय आपो। ഇവിടുത്തെ മെയിൻ കുക്കാണ്. ഇറച്ചിക്കറി വെച്ച പച്ചക്കറി പോലെ ഇരിക്കൂ, പച്ചക്കറി വെച്ച മീൻകറി പോലെ ഇരിക്കൂ. വളരെ സ്വാദോട് കൂടി തിന്നണമെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിൽ ബാലം തന്നെ വെച്ചോളൂ. ഹോസ്പിറ്റലിൽ വർക്ക് ഈസ് ഗോഡ് എന്നാണ് പുള്ളിക്കാരൻ പറയാറുള്ളത്. 8 വർഷം മിലിറ്ററി സർവീസിലിരുന്ന ആളല്ലേ. അവിടുന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. എന്നിട്ടും ആ പഴയ പട്രോൾ ചിട്ടം നടന്നില്ല. മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോഴേ എനിക്ക് പേടിയായി. ഇനി നേരിട്ട് കണ്ട പേടിക്കണ്ട. പുറമേ പരുക്കനാണെങ്കിലും അമ്മാന്റെ ഉള്ളി ശുദ്ധമാണ്. ഇന്ന് എന്റെ അനന്തരവനെ നോക്ക് ഇഷ്ടപ്പെട്ടോ? ചെറുപ്പത്തില് ഇവരെന്നെ മാത്രമേ പേടിയുണ്ടായിരുന്നു. മുതിർന്നപ്പോ ഇവന്റെ വളർച്ച കാണാൻ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ശ്രീദേവി വേണം തിരുത്താൻ. ശ്രീദേവിക്ക് ഹിന്ദി അറിയില്ല അല്ലേ? ബാലിനും അറിയില്ല ഹിന്ദി. അതുകൊണ്ട് ഇനി നിങ്ങൾ തമ്മിൽ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. എടാ, ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലേ? വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. എങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ പറയും. ഇവിടുത്തെ തണുത്ത വെള്ളത്തിൽ ഇവർക്ക് കുളിക്കാൻ പറ്റില്ല. വിശപ്പുണ്ടെങ്കിൽ വല്ലതും കഴിച്ചിട്ടാവാം കുളി. വേണ്ട, ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിരുന്നു. ശരി, എങ്കിൽ വരും. രാജേന്ദ്രന്റെ ഓഫീസ് വർക്കൊക്കെ എങ്ങനെയുണ്ട്? ട്രെയിനിങ് പീരീഡിൽ വിഷമമായിരുന്നു. പോസ്റ്റിംഗ് കിട്ടിയതിനു ശേഷം വലിയ ജോലിയില്ല. ബാങ്കിൽ വെറുതെ ഇരിക്കുകയാണ്. 3 മാസത്തിലേക്ക് ടൂർ ഉണ്ടാവും. മുമ്പ് ഞാൻ മിലിറ്ററി ചേർന്നപ്പോ വീട്ടുകാർക്ക് മുഴുവൻ എതിർപ്പായിരുന്നു. യുദ്ധത്തിൽ മരിച്ചു പോകുമെന്ന ഭയം കൊണ്ടല്ല, പുറത്ത് ജോലിക്ക് പോകുന്നത് തറവാട്ടിന് കുറച്ചിലായിരുന്നു. എന്നാൽ ഇന്നക്കായ എതിർപ്പിനെ നേരിടേണ്ടി വന്നില്ല. നിനക്ക് ലീവ് എത്രയുണ്ട്? 2 മാസം. അപ്പൊ സമയമുണ്ടല്ലോ. അതനുസരിച്ച് നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ ചാർട്ട് ചെയ്തു. ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അതോടനുബന്ധിച്ച് ഒരു ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷൻ. ആദ്യം എക്സിബിഷൻ പോകാം. എന്നാ വേഗം കുളിച്ചൊരുങ്ങിക്കോളൂ. എന്താ? മുത്തശ്ശി പറഞ്ഞു ആദ്യം ഇവിടുത്തെ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന്. ഈ അമ്മയുടെ ഒരു ഭ്രാന്ത്. ഇനി ഞാനായിട്ട് മുടക്കുന്നു. വേണ്ട, പോയിക്കോളൂ. എന്തായിരുന്നു ഇതുവരെ പ്രാർത്ഥിച്ചത്? മുത്തശ്ശി പറഞ്ഞെന്നാണോ? അല്ല. പിന്നെ പറയില്ല. എന്നാ ഞാൻ മുഴുവൻ കേട്ടുവല്ലോ. എങ്ങനെ? ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ മനസ്സിലാണല്ലോ. ഞാൻ കേട്ടതും നിന്റെ മനസ്സ് എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കില്ല. നിങ്ങളിന്ന് ലേക്ക് പോയില്ലേ? ഇല്ല. എന്നാൽ നിങ്ങൾ അങ്ങോട്ടാണെന്ന് പോകുന്നത്. കാശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഡാൽ തടാകവും ഇവിടുത്തെ ബോട്ട് ഹൗസുകളുമാണ്. അറിയാം.
ഒരു ലക്ഷറി സൂട്ടിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ബോട്ട് ഹൗസിൽ. ഞാനത് റിസർവ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അതൊരു നല്ല അനുഭവമായിരിക്കും. ബാല, ഷഫീഖാനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേക്കും. അച്ഛാ, ഞാനാണ് വിളിച്ചത്. ശ്വാസം മുട്ടിപ്പോയി. ചെറിയ പെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനുണ്ട്. പേരെന്താ? ഞാൻ ഹസൻ. हसन बड़ा आदमी है। हसन भाई देखो ये पेटी तुम पकड़ो
ഈ കുട്ട ഇതും तुम पकड़ो ഈ പെട്ടി ഞാൻ पकड़ो समझे हाँ कितना പെട്ടി तो अच्छा जा നല്ല जा മോനെ പാനിയിലിടല്ലേ പെട്ടി കേട്ടാ അസംഭായി നോക്കി നടക്കാൻ മോനെ താഴെ രണ്ടാ പാനിയാണ് കേട്ടാ ആ അത് തന്നെ അടക്കാട്ടി വലിയ കുപ്പായം ഇട്ടിട്ട് നടക്കാനും കഴിയുന്നില്ല ഇവന് നടക്ക് വേഗം നടക്ക് ചാലോ ചാലോ നീ എന്താ എന്ത് ജീസായോ എന്റെ പേരൊക്കെ പാടെ ജീസ കാല് പോയി ജീസായോ അവിടെ നടക്ക് എന്നെ പൊന്തി കഴിഞ്ഞിപ്പോ വേറൊരാൾ വേണ്ടി ഒന്നല്ലോ അസംഭായ് ജി അതവിടെ വെച്ചിട്ട് തിരിഞ്ഞ് ജാവോ ഭായ് അച്ഛാ സാർ ഇവിടെ ചുരുങ്ങിയത് 500 ബോട്ട് ഹൗസ് എങ്കിലും കാണും ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് ഇതാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാണും ഫോണ് ഫ്രിഡ്ജ് ഡൈനിങ് ഹാൾ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഷവർ തിന്നാനും കുടിക്കാനും പിന്നെ സാർ ഒരു സ്വകാര്യം ചോദിക്കാണ്ടേ അപ്പൊ ഒന്ന് വെളിയൂരിലേക്ക് പോ വിടാവില്ലല്ലോ ഓക്കെ സാർ വേണോ എന്തോന്ന് സാധനം വേണോ ഇവൻ അതിന്റെ ആളാണ് സാറ് ചോദിച്ചാൽ ഇവൻ 200-300 ഒക്കെ പറയും കാരണം സാറിന് ഇവിടുത്തെ ഭാഷ അറിയില്ലല്ലോ പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല സാധാരണ റേറ്റ് തരും സാറിന് സാധനം വേണോ എന്ത് സാധനം മറ്റേത് ഇപ്പൊ സാറിന് ആവശ്യമില്ലല്ലോ പുതുതായി കല്യാണം കഴിച്ച ആളല്ലേ ഞാൻ ചോദിച്ചത് വാട്ടീസാണ് ഫോറിൻ ഒറിജിനൽ സ്കോച്ച് വിസ്കി 140 കിട്ടും വേണ്ട ഓ സാറ് നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നിരിക്കല്ലേ ഞാൻ കുടിക്കാറില്ല സാറേ ഇവിടെ വന്നാൽ ഏത് കുടിക്കാത്തവരും കുടിച്ചു ഫോറിനേഴ്സ് ആയാലും വിദേശികളായാലും നാട്ടുകാരായാലും പെണ്ണുങ്ങൾ പോലും കുടിച്ചു പ്രത്യേകിച്ച് ഈ സ്ഥലം നമ്മുടെ ബംഗ്ലാവ് പോലെയല്ല സാറേ വെള്ളത്തിന് മേലെയല്ലേ നമ്മുടെ കിടപ്പ് വൈകുന്നേരമായി പെയ്യുന്ന മഞ്ഞും ഇത് രണ്ടും കൂടി സഹിക്കില്ല അൺസഹിക്കബിൾ നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്കൊരു പൈന്റ് വാങ്ങിക്കാം നമുക്ക് രണ്ടുപേർക്കും സാമ്പിൾ നോക്കാം ബാലൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ സാറേ ഞാനിതാരോട് പറയില്ല സാറിന്റെ അമ്മാവൻ അറിയുന്നുള്ള പേടിയാണെങ്കിൽ ഇല്ല അമ്മാവനെ ഞാൻ അറിയിച്ചേക്കാം ബാലൻ ലേക്കിൽ സ്കോച്ച് വിസ്കിയുടെ ഏജൻസി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയിച്ചേക്കാം അയ്യോ ചതിക്കില്ല സാറേ എനിക്കവിടെ ഏജൻസി ഒന്നുമില്ല സാറിനെ പോലുള്ളവർ ഒരു കുപ്പി വാങ്ങിച്ചാ എനിക്കും ആ കൂട്ടത്തിൽ കവൾ ഇറക്കാമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം സാറേ ക്ഷമിച്ചിരിക്കുന്നു ബാലൻ വയ്ക്കോ അപ്പൊ ഞാൻ പോയിട്ട് വേണം വരാം വേണ്ട വേണ്ടേ ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം ശരി അപ്പൊ ഞാൻ പറ്റും സാർ ഓ അയ്യോ ശ്രീദേവി ശ്രീദേവി എന്താ ശ്രീദേവി എനിക്കെന്തോ പേടി തോന്നുന്നു നമുക്ക് ഇവിടുന്ന് പോകാം നീ എന്തായി പറയുന്നത് അമ്മാവൻ എന്ത് വിചാരിക്കും എല്ലാം ഏർപ്പാട് ചെയ്ത് തന്നിട്ട് തിരിച്ചുപോയാ വരും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം മുത്തശ്ശിയുടെ പ്രാർത്ഥന ഫലിച്ചെന്നാ തോന്നുന്നത്. വേണ്ട മോളെ, കിടന്നോളൂ. ഡോക്ടർ മരുന്നിനൊന്നും കുറിച്ച് തന്നില്ല, വിശ്രമിക്കാനാണ് പറഞ്ഞത്. രാജേന്ദ്ര വരൂ.
ഈ ഡോക്ടർ ഇവിടുത്തെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്. അങ്ങനെയൊന്നും സംശയിക്കേണ്ടെന്ന് അവർ തീർത്തു പറഞ്ഞു. മേ ബി ഇറ്റ് വാസ് ഓൺലി എ സ്ലൈറ്റ് ഗിറ്റ്നസ് ബിക്കോസ് ഓഫ് ദിസ് ആറ്റിറ്റ്യൂഡ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ തലയിറ്റൽ. കാശ്മീര് വന്നതിന് ശേഷം ഇങ്ങനെയൊരു തണുപ്പുണ്ടായില്ല. എന്തൊരു തണുപ്പാണ്. നീ വല്ലതും കഴിച്ചോടാ? കഴിച്ചോന്ന് ചോദിച്ചാ ചപ്പാത്തി കഴിച്ചു. ആ, ഇനി നീ പോയി കിടന്നോ. എന്തൊരു തണുപ്പാണ്. അല്ല, ഞാൻ ഇതൊക്കെ ഒരു ഭാഗത്ത് എടുത്തു വെച്ചിട്ട്. വേണ്ട. എന്തൊരു തണുപ്പാണ്. അതല്ലേ പറഞ്ഞത് പോയി കിടക്കാൻ. ഭയങ്കര തണുപ്പ്. പോയി കിടന്ന് ഉറങ്ങട്ടെ. ഭയങ്കര ശ്രീദേവി, എന്താ നോക്കുന്നത്? അവിടെ ആരാ പാടുന്നത്? പാട്ടോ? രാജേട്ടൻ കേൾക്കുന്നില്ലേ? ഇല്ല. ആ, ശ്രീദേവി കിടന്നോളൂ. ശ്രീദേവി, ഇത് കണ്ടില്ലേ? വൈകിട്ട് തോട്ടക്കാരൻ കൊണ്ടുവന്നതാ, നിനക്ക് തരാൻ.